നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആർമിയുടെ ധീരമായ ഒരു ഇടപെടലിനെ കുറിച്ചാണ്. ഇന്ത്യൻ ആർമി മ്യാൻമർ എന്ന ദേശത്ത് പ്രവേശിച്ചുകൊണ്ട് അവിടെ ഒരു സ്ട്രാറ്റജിക്കൽ അറ്റാക്ക് നടത്തി ഇന്ത്യയിലെ അനേകം തടവുകാരെ രക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ഒരു ചരക്ക് വിമാനത്തിൽ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്ന ദൗത്യം വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു പട്ടാളക്കാർ നോക്കി നിൽക്കെ അതേ രാജ്യത്തിൻ്റെ അതിർത്തി ഭേദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ എന്തും കാട്ടാം എന്തും പറയാമെന്ന് കരുതിയിരിക്കുന്നത് ആരാടാ എന്ന് ചോദിച്ചിട്ടുള്ള അറ്റാക്കാണ്. ഈ സ്ട്രാറ്റജിക്കൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം, അല്ല യുദ്ധമൊന്നുമല്ല. അവിടെയുള്ള പട്ടാളക്കാർ, മ്യാൻമാറിലെ പട്ടാളക്കാർ നോക്കി നിൽക്കെ എല്ലാം എങ്ങോട്ടാന്ന് പറഞ്ഞു, ഒന്ന് പോടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് ഒറ്റ പോക്കാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്കിലൊക്കെ കാണാം, അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അവരുടെ ജോബ് എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രൊഫഷണലായിട്ട് IT മേഖലയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനത്തിൽ സ്ത്രീകളാണെങ്കിൽ അവരെ വലയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്പാം അറ്റാക്കിംഗ് ടീമാണ് ഇവർ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫുള്ള് 1 lakh ശമ്പളം ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് സ്ത്രീകളെ അതിലേക്ക് ആകർഷിക്കുക. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു 10-25 പെണ്ണുങ്ങളൊക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ ന്യൂസ് പറയുകയാണെങ്കിൽ 500ഓളം പേര് അവിടെ മ്യാൻമറിൽ അകത്തായിട്ടുണ്ട്. അവരിൽ 200ഓളം പേരെ നമ്മുടെ പട്ടാളപ്പ് രക്ഷിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയുമുണ്ട് അവിടെ. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീകളെ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ വിളിക്കാനും പിടിക്കാനും പലവിധ വലകളിൽ വീഴ്ത്താനും ആകർഷിക്കാനും ഒക്കെ ഇവരെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം, കുളിക്കാനോ അല്ലെങ്കിൽ തിരുമ്പാനോ മറ്റുള്ള യാതൊരു സൗകര്യവും നൽകാത്ത രീതിയിൽ അതിക്രൂരമായിട്ട് തന്നെ അവരെ അവിടെ ഇട്ട് വ്യത്യം ചെയ്യുകയായിരുന്നു എന്നാണ് പട്ടാളത്തിന് കിട്ടിയ ന്യൂസ്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണ് നമ്മുടെ പട്ടാളം അവിടെ ഇറങ്ങിയൊരു കശക്കിയത്. അപ്പോൾ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കശ്മലന്മാരെയും അടിച്ചൊതുക്കിക്കൊണ്ട് ഒരു 30 ലക്ഷം രൂപയോളം ചിലവാണ് ഇന്ത്യൻ ആർമിക്ക് ചരക്ക് വിമാനം അങ്ങോട്ട് അയച്ചിട്ട് ഈ 200ഓളം 250 പേരോളം ആളുകളെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് രക്ഷിക്കുന്നത്. മോഡി അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു വേറെ ഈ തീവ്രവാദികളുമായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ പട്ടാളക്കാർ മരിക്കുന്നതായിരിക്കും. നമ്മളെപ്പോഴും കളിപ്പിച്ച് പറയാറുണ്ട്, മരിക്കുന്ന പട്ടാളക്കാർക്ക് ഹോർലിങ്ങളൊക്കെ കൊടുക്കുന്ന ഏർപ്പാടാണ് ഖമേനിക്ക് ഒക്കെ. സത്യം പറഞ്ഞാലും മരിച്ചു പോകുന്ന പട്ടാളക്കാർക്ക് നമുക്കും ഒന്നും തന്നെ നൽകാൻ കഴിയില്ല, വാഗ്ദാനങ്ങളല്ലാതെ. അപ്പോൾ പട്ടാളക്കാർ എന്ന് പറയുന്നതാണ് ഒരു നാടിൻ്റെ ഏറ്റവും ഭയങ്കര ബലം എന്നുള്ളതാണത്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ആളുകൾ അങ്ങനെ പറയാൻ കാരണം, മരിച്ചു പോകുന്ന ആ പട്ടാളക്കാർക്ക് അങ്ങ് സ്വർഗത്തിൽ ചെന്ന എല്ലാവിധ സൗകര്യങ്ങളും ദൈവം നൽകുന്നതാണ് എന്ന്. റസൂലും പറഞ്ഞു, സ്വരാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതി മരിക്കുന്ന ആ പട്ടാളക്കാർക്ക് സ്വർഗത്തിൽ തന്നെയാണ് ഉന്നത സ്ഥാനം എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹോർലിങ്ങളൊക്കെ അങ്ങ് സ്വർഗത്തിലുണ്ടാവും അത്തരക്കാർക്ക് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങളെ യുദ്ധത്തിന് വിളിച്ചിട്ട് എവിടെയെങ്കിലും കൊല്ലാനുള്ള പരിപാടിയൊന്നുമല്ല അത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു ഇത്രയും ആളുകളെ രക്ഷിക്കുമ്പോഴോ ആ അറ്റാക്കിൽ നമ്മളെ പട്ടാളക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആരാണ് അവർക്ക് മറ്റേ ആ
മരിച്ചു പോകുന്ന ആളുകൾക്ക് പകരം ഇരിക്കുക. നിങ്ങൾ കുറേ പണം കൊടുത്തുകൊണ്ട് സ്വർണം കൊടുത്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ശരി, ദൗത്യത്തിൽ ഭയപ്പെടാതെ കൊണ്ടിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ സർജിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അത് നടത്തിയിട്ടാണ് പട്ടാളക്കാർ ഇത്ര ധീരമായിട്ട് ഈ പെൺകുട്ടികളെ മുഴുവൻ രക്ഷിച്ചത്. ഈ പെൺകുട്ടികളെ മുഴുവൻ അവർ പലവിധ തെമ്മാടിത്തത്തിന് ഉപയോഗിക്കുകയായിരുന്നു. ഒരു കമ്പ്യൂട്ടറും അതിനനുസരിച്ച് ഒരു ചാർജ് ചെയ്യാനുള്ളൊരു ഇതും കൊടുത്തിട്ട് എല്ലാവിധ രാജ്യങ്ങളിലേക്കും എല്ലാ ഭാഷകളിലും സംസാരിപ്പിക്കുകയും ആളുകളെ പലവിധ പുതിയ മോഡൽ തട്ടിപ്പുകൾക്കൊക്കെ ഇരയാക്കുകയും ബാങ്ക് അക്കൗണ്ട് കവരുകയും ലോട്ടറിയുടെ സമ്മാനത്തുക വാഗ്ദാനം ചെയ്യുകയും അല്ലെങ്കിൽ ജോബ് വേക്കൻസിയെ വാഗ്ദാനം ചെയ്യുകയും അല്ലെങ്കിൽ ടിക്കറ്റിന് കുറവ് അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകളെ വലയിൽ വീഴ്ത്തുക. അങ്ങനെ ഒരുപാട് തെമ്മാടിത്തത്തിന് എൻ്റെ പേക്കൂത്തായിരുന്നു ഈ ഇപ്പം മേൽപ്പറഞ്ഞ മ്യാൻമറിൽ. ഈ മ്യാൻമർ എന്ന് പറയുമ്പോൾ തന്നെ ഫിലിപ്പീൻസിനോട് അടുത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ്റെ അതിർത്തിയിലും അല്പം അകന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മ്യാൻമർ എന്ന് പറയുന്നത്. ഇവിടെ കേന്ദ്രീകരിച്ചിട്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് നേരെ ചെയ്യാൻ ആരൊക്കെയോ കരുതിക്കൂട്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെ ഒരു മൂലകുത്തി കളി ഇന്ത്യൻ്റെ പട്ടാളക്കാർ സമ്മതിക്കില്ല. അവിടെ നിന്ന് മാത്രമല്ല, എവിടെയും തന്നെ നമ്മുടെ പട്ടാളക്കാർ നല്ല സൂപ്പറായിട്ട് പെരുമാറും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പട്ടാളക്കാരുടെ രീതി. പിന്നെ നമ്മൾക്ക് ഒരുപാട് കരസേനകൾ ഉണ്ട്. അതിന് കരസേന മേധാവി ഉണ്ട്, നമുക്ക് വായുസേന ഉണ്ട്, അതിന് ഈ മേധാവികളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കടലിലും സേനയുണ്ട്. അപ്പോൾ ഇത് ബറ്റാലിയൻ, പിന്നെ നമുക്ക് കരിമ്പൂച്ചകളുണ്ട്. അങ്ങനെ ഒരുപാട് ടീമുണ്ട് നമ്മളെ പട്ടാളത്തിൽ എന്ന് പറയുന്നത്. ഓരോ പിന്നെ ബറ്റാലിയൻ ആയിട്ടാണ് അവരിങ്ങനെ ഇതാകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ ഈ പട്ടാളക്കാരുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ട്. ഇത് വളരെ വൻ വിജയമായിരുന്നു. ഇനിയും ഒന്നുകൂടി വേണ്ടി വരും. കാരണം ബാക്കിയുള്ളവരെ കൂടി രക്ഷിക്കണം. അത് ഇവർ രക്ഷിക്കാൻ പോയ സ്ഥലത്ത് മറ്റുള്ളവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഇന്ത്യൻ വംശജരായ ജനങ്ങളെ മുഴുവൻ അവിടുന്ന് രക്ഷിച്ചിട്ട് ഇനി പട്ടാളം പിന്നോട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടതിനും ഇതുവരെ പ്രോത്സാഹനങ്ങൾ തന്നതിനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും ഒക്കെ തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.